ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് പരിപാടി ഉണ്ട്. ഫസ്റ്റത്തെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കാറ് എടുക്കാൻ പോവുകയാണ്. കാർ ഇപ്പൊ ഷോറൂമിലാണ് ഉള്ളത്. അതായത് കാറിന് കുറച്ച് കംപ്ലൈന്റ് ആയിന്. ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിനി. അതായത് നമ്മളെ വണ്ടിക്ക് എന്താ പറയാ, സേഫ് ലോക്ക് ആക്കി കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് അന്ന് വണ്ടീന്റെ സേഫ് ലോക്ക് ആക്കിയ സംഭവങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ടായിനി. അതായത് ECM സംതിങ് എന്തോ ആ സംഭവം എന്തോ ലോക്കായതോ അങ്ങനെ എന്തോ ആണ്. ദെൻ എന്നിട്ട് നമ്മളത് റെഡിയാക്കി വൈകുന്നേരം വന്നിട്ട് റെഡിയാക്കി പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് വണ്ടി പിന്നെയും കടന്നിട്ടുണ്ടായിനി. അത് നമുക്ക് പറ്റിയ വലിയ മിസ്റ്റേക്ക് ആയിന്. ആദ്യേ ഷോറൂമിൽ കൊണ്ടുപോയാൽ മതിയേനി. പക്ഷെ നമ്മൾ ഷോറൂമിൽ കൊണ്ടുപോകാതെ ലോക്കൽ ആയിട്ട് ഇവിടുന്ന് തന്നെ ഇതാക്കാൻ വിചാരിച്ചിട്ട്, ഷോറൂമിൽ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണല്ലോ, ഇവിടുന്ന് തന്നെ റെഡിയാക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ എടുത്തിട്ട് ആളെ കൊണ്ട് റെഡിയാക്കിച്ചതേനി. പക്ഷെ നമുക്ക് അവിടെയാണ് പണി കിട്ടിയത്. നമുക്ക് ആ ഫണ്ട് പോവുകയും ചെയ്ത്. അയാൾ എടുത്ത പണിന്റെ പൈസയാണ് നമ്മൾ കൊടുത്തിക്കുന്നത്. സോ എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നഷ്ടമാണല്ലോ. അത് റെഡി ആയതുമില്ല. പിറ്റേ ദിവസം വണ്ടി സെയിം പോലെ തന്നെ. പിന്നെ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായി വെച്ച് കഴിഞ്ഞാൽ വണ്ടി റിക്കവറി വെച്ചിട്ട് റിക്കവറി വിളിച്ചിട്ട് കൊണ്ടുപോവാ ചെയ്തിരുന്നത്. അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇവിടെ കൊടുക്കാം. റിക്കവറി വിളിച്ചിട്ട് കൊണ്ടുപോയി. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 month 1 month എബോ ആയി, 1.5 month ആയി നമ്മളെ വണ്ടി ഇപ്പൊ ഷോറൂമിലാണ് കിടക്കുന്നത്. അതായത് ക്ലസ്റ്ററിന് കംപ്ലൈന്റ് ആയിന്. ആദ്യേ ഷോറൂമിൽ കാണിച്ചാൽ മതി. ഇനി നമ്മളെ വണ്ടിക്ക് സേഫ് ലോക്ക് കുറച്ച് മുമ്പ് ഇങ്ങനെ വരുന്നുണ്ടായിന്. കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ വരിക പോവുക. അതായത് നമ്മളൊരു 2 hour ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറിപ്പോവും. അതായത് നമ്മളെ സേഫ് ലോക്ക് വന്നത് മാറും. പിന്നെ നമുക്ക് നോർമൽ വണ്ടി യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാൻ പറ്റീന്. പക്ഷേ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ വണ്ടി ഫുള്ളായിട്ട് ലോക്കായി. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരെ ഷോറൂമിൽ കൊണ്ടുപോയിട്ടത്. അത് ആദ്യം കൊണ്ടുപോയിട്ടിരിക്കുന്നത് നമുക്ക് ഇത്രത്തോളം വരില്ല. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് കാര്യം പറഞ്ഞത് നമ്മുടെ വണ്ടീൻ്റെ ക്ലസ്റ്റർ കംപ്ലൈന്റ് ആയതാണെന്നുള്ളത്. സോ ഇപ്പോൾ ക്ലസ്റ്റർ മാറ്റിയിട്ട് പുതിയ ക്ലസ്റ്റർ വെച്ചപ്പോൾ വണ്ടി ഇപ്പോൾ ഓടുന്ന കണ്ടീഷൻ ആക്കിയിരിക്കണമെന്ന് പറഞ്ഞു. സോ അങ്ങനെ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതാണ് നമ്മൾ ഫസ്റ്റ് മെയിൻ പരിപാടി. അപ്പോൾ എനിക്ക് തോന്നിപ്പോയി ആദ്യമേ കാണിച്ചാൽ മതിയെന്ന്. കാരണം നമ്മൾ വെറുതെ ലോക്കൽസ് മീൻസ് അല്ല, നമ്മളിവിടുത്തെ നാട്ടിലത്തെ ആൾക്കാരെ കൊണ്ട്, അതായത് ഷോറൂം അല്ലാത്ത വർക്ക് എടുക്കാൻ നിന്നിട്ട് അത് വലിയൊരു പണിയായി. ആ ഫണ്ടും പോയി, നമുക്കൊരു ഉപകാരം ഉണ്ടായതുമില്ല. അതാണ് നമ്മളെ ഫസ്റ്റത്തെ പരിപാടി. അപ്പോൾ നമ്മളെ വണ്ടി റെഡി ആയിക്കുന്നത് പറഞ്ഞിട്ട്. സോ വണ്ടി പോയിട്ട് എടുത്ത് കൊണ്ടുവരണം. രണ്ടാമത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മളെ വെസ്പന്റെ 3rd സർവീസ് ആണെന്ന്. ഇന്ന് ഓർ നാളെ ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പം അതിന്റെ മുമ്പായിട്ട് അത് ഇട്ട് കൊടുക്കണം. സോ ആദ്യം വെസ്പ പോയിട്ട് എനിക്ക് ഷോറൂമിൽ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് എനിക്കൊരു 20 to 30 minutes ഉണ്ട് എനിക്ക് നമ്മളെ പോളോന്റെ ഷോറൂമിക്ക്. സോ വോൾസ്വാഗന്റെ ഷോറൂമിൽ പോയിട്ട് അവിടുന്ന് വണ്ടി എടുത്തിട്ട് പോരണം. ഇതാണ് ഇന്നത്തെ എൻ്റെ പരിപാടികൾ കുറച്ച് വിജലംബിച്ചതാണ്. ഞാൻ ഒറ്റക്കാണ് പോകുന്നത്. സോ നമുക്ക് പതിയെ അങ്ങനത്തെ പരിപാടികളൊക്കെ അങ്ങനെ കണ്ട് തുടങ്ങാം. അതൊക്കെ ഞാൻ അതിലിങ്ങനെ കൊടുക്കട്ടാം. സോ ഗൈസ്, ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കാം. അപ്പോൾ സമയം ഒരു 2 മണിയില്ല 1:30 കഴിക്കണം. അപ്പം നമുക്ക് വീഡിയോ ഇങ്ങനെ കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ അതവിടെ വെയിൽ കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു. എൻ്റെ ഫേസ് ആകെ ഒരുവിധമായിട്ടുണ്ട്. ദെൻ ഞാനിപ്പോൾ ഇവിടെ സർവീസ് സെൻറ്ററിലെത്തി. ഇനി ഇതിവിടെ വണ്ടി ഞാൻ ഇവിടെ ഇടും. എന്നിട്ട് ഞാൻ നേരെ കാറിൻ്റെ അടുത്തേക്ക് പോവും. എന്നിട്ട് കാർ എടുത്തിട്ട് നേരെ പോവും. എന്നിട്ട് നാളെ വന്നിട്ട് വെസ്പ എടുക്കും. അതാണ് ഇപ്പോൾ എൻ്റെ പ്ലാന്. സോ ഇവിടുത്തെ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് റെഡിയാക്കാണ്ട്. സോ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വെസ്പൻ്റെ അടുത്ത് ഇവിടെ ഇട്ടിട്ട് നേരെ പോളോൻ്റെ അടുത്ത്. അങ്ങനെ നമ്മൾ നമ്മുടെ വെസ്പ കൊണ്ടുപോയിങ്ങാണ്ട് എവിടെ ഇട്ടു, സർവീസിന് ഇട്ടു. ദെൻ ഇനി നമ്മൾ പോളോൻ്റെ അടുത്തേക്ക് പോകണം. പക്ഷേ അത്യാവശ്യം ഇവിടുന്ന് ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് പോവാണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബസ് എടുത്തിട്ട് വേണം പോവാൻ. ദെൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ വെയിലാണ്. ഇവിടുന്ന് കുറച്ചായിട്ട് നടക്കണം. ഇനി നമ്മൾ ബസ്സിന് വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷെ ഞാൻ അറിയാതെ ഈ ഒരു സാധനം എടുത്തു പോയി. അതുകൊണ്ട് ഇതും കൊണ്ട് വേണം കയ്യെ പിടിച്ച് നടക്കാൻ. ആൾക്കാരിനെ കാണുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് തോന്നും. ഏതാ ഈ ഷോ ചെയ്യുന്ന ആള് വിചാരിക്കും. പക്ഷെ നമുക്ക് നടന്ന് പോയേ പറ്റൂ. കാരണം നീ ബസ് പിടിച്ചിട്ട് നേരെ അവിടെ പോവുക, നീ വണ്ടി എടുക്കുക, അവിടുത്തെ പേയ്മെൻറ്റ് കൊടുക്കുക, ഇവിടെ പോരുക. ഓക്കെ, അങ്ങനെ നടന്ന് വന്ന് നമ്മളിപ്പോൾ ബസ് കാത്തിക്കാൻ വേണ്ടി ഏതോ ഒരു കാക്കൻ്റെ ഈ ഒരു കടയിലാണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ നിന്നാലേ കുറച്ച് തണലുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഫുൾ ഒടുക്കത്തെ വെയിലാണ്. സോ ഇനി ബസ് വരുന്നത് വരെ നമുക്ക് ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. അങ്ങനെ നമ്മളെ വണ്ടി തിരിച്ചെടുത്തിട്ടുണ്ടല്ല, വണ്ടി കിട്ടി. ഞാൻ ഒരു 1.5 മണിക്കൂറോളം
ഞാൻ കഷ്ടിച്ച് 1.5 മണിക്കൂറിനെക്കാട്ടിലും കൂടുതൽ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിനി. 1.5 മണിക്കൂർ ഞാൻ ലോഞ്ചിൽ വെയിറ്റ് ചെയ്ത് കാർ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിനി. സോ സർവീസ് ചെയ്യുന്ന വരെ ഒറ്റക്കായതുകൊണ്ട് പോസ്റ്റായി പോകുമല്ലോ, അങ്ങനത്തെ ഒരു ഇതേനി. പിന്നെ കുറേ നേരം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ചിരിച്ചും കളിച്ചും ഫോണിൽ തോണ്ടി അങ്ങനെ ഇരുന്ന് ദെൻ ബില്ലൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ ഇറങ്ങി. അങ്ങനെ ഫൈനലി നമ്മളെ വണ്ടി എടുത്തിക്കണ്. ഇനി എനിക്കിവിടുന്ന് അത്യാവശ്യം പോകാനുണ്ട്, ദെൻ വീട്ടിൽ പോകണം. അപ്പോൾ അതൊക്കെ തന്നെയാണ് സംഭവങ്ങൾ. ഇപ്പം നമ്മളെ ക്ലസ്റ്റർ മാറ്റിയത് ഞാൻ കാണിച്ചു തന്നിട്ടില്ലല്ലോ, ഞാൻ കാണിച്ചു തരാം. ഇപ്പം നല്ല വൃത്തിയുണ്ട് കാണാൻ. ഇതാണ് നമ്മുടെ ന്യൂ ക്ലസ്റ്റർ. സംഭവം അടിപൊളിയാണ്, ബട്ട് എന്നാലും കുറച്ച് തരികിടകളാണ്. അങ്ങനെ ഉച്ചയ്ക്ക് 2 മണിക്ക് പോകുന്ന ഞാൻ വീട്ടിലെത്തുന്നത് 8:30 കേട്ടോ. അതായത് നമ്മളെ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് അതിൻ്റെ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാവും, ആകെ കൂടെ ഒരുമാതിരി കോലമായിട്ടുണ്ടാവും. ആ വേറൊന്നുമല്ല, നമ്മളെ പോളോ എടുത്ത് കണ്ട് ഞാൻ വരുന്ന വഴിക്ക് അത്യാവശ്യം നല്ല ബ്ലോക്ക് ചെയ്യും. ഞാൻ പുറത്തേക്ക് എവിടേക്കെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാവും ഒരു മെസ്സേജ്. ആ മെസ്സേജ് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നമുക്ക് 4 ആൾക്ക് തിന്നാലല്ലേ, മന്തിക്ക് എത്ര ഏക്കരം ഇത് വാങ്ങിക്കൊണ്ടോ നിഷാൻ? മന്തി അൽഫാം ഇത് മാത്രമേ ഉള്ളൂ, ചെറിയ ഇത് എൻ്റെ വാങ്ങിയാൽ മതി കേട്ടോ. ഓക്കെ, പ്ലീസ് 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 പ്ലീസ്. അങ്ങനെ ഞാൻ ആ മെസ്സേജ് കേട്ടിട്ട് നെഹദിയിൽ പോയിട്ട് കുഴിമന്തി വാങ്ങിയിട്ടാണ് വരുന്നത്. സോ അങ്ങനെ ഞാൻ പെരയിലെത്തിയപ്പോൾ സത്യം നല്ല ക്ഷീണിച്ചിരിക്കണ്, ഭ്രാന്ത് വരുന്ന സിറ്റുവേഷൻ ആയിക്കണം. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഞാൻ അവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരേക്കും ചാച്ച ബൈ ബൈ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.